സീരിയൽ നടി പാർവതി വിജയ്ക്കും ക്യാമറാമാനായ അരുണിനും ഒരു മകളാണ് യാമിക്കുട്ടി എന്ന് വിളിക്കുന്ന യാമിക. കഴിഞ്ഞ ദിവസമാണ് യാമിക്കുട്ടി തന്റെ 3-ാം വയസ്സിലേക്ക് കടന്നത്. കുഞ്ഞിന്റെ 3-ാം പിറന്നാൾ ദിവസം അവളുടെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ച് ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ ഇമോഷണലായ ഒരു പോസ്റ്റും പാർവതി പങ്കുവച്ചിരുന്നു. അതിങ്ങനെയാണ്: 3 വർഷം മുമ്പ് ഈ ദിവസമാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു അത്. കാരണം ഞാനെന്ന് ഒരമ്മയായി. എൻ്റെ പ്രിയപ്പെട്ട യാമിക്കുട്ടിക്ക് 3-ാം പിറന്നാൾ ആശംസകൾ എന്നാണ് പാർവതി കുറിച്ചത്. അതേസമയം എൻ്റെ മുഴുവൻ ലോകവും നീയാണ് യാമി എന്നാണ് അച്ഛനായ അരുൺ കുറിച്ചത്. ഒപ്പം അമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും അരുൺ പങ്കുവച്ചു. പിന്നാലെയാണ് മകളുടെ കുഞ്ഞു പിറന്നാൾ ആഘോഷം പാർവതി സ്വന്തം വീട്ടിൽ വെച്ചു തന്നെ നടത്തിയത്. ഒരു കുഞ്ഞു കേക്കും ചെറിയ ഡെക്കറേഷനുമൊക്കെയായി ചെറിയ ആഘോഷമായിരുന്നു പാർവതി ഒരുക്കിയത്. സാധാരണ പിറന്നാൾ ആഘോഷങ്ങൾക്കിടെ തുള്ളിച്ചാടുന്ന കുട്ടികളുടെ സന്തോഷം യാമിക്കുട്ടിയുടെ മുഖത്തില്ല എന്ന് കമന്റുകൾ വരുമ്പോൾ അച്ഛനെ കാണാത്തതിന്റെ സങ്കടമായിരിക്കാമെന്ന് മറ്റു ചിലരും കുറിക്കുന്നു. എങ്കിലും മകളുടെ പിറന്നാൾ ദിവസം അരുൺ ആശംസകൾ അറിയിച്ചതോടെ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വരാത്തത് എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് അരുണോ പാർവതിയോ ഉത്തരം നൽകിയിട്ടില്ല. അരുണിന്റെ അനുജന്റെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അത് കൂടാനും പാർവതി എത്തിയിരുന്നില്ല. അപ്പോൾ മുതൽ പാർവതിയും അരുണും ഒരുമിച്ചല്ലേ എന്ന കമന്റുകൾ വ്യാപകമായി എത്തിത്തുടങ്ങിയിരുന്നു. യൂട്യൂബ് വ്ളോഗർ കൂടിയായ പാർവതിയുടെ മുൻ വീഡിയോകളിലെല്ലാം തന്നെ അരുണും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി പങ്കിടുന്ന വീഡിയോകളിലോ ചിത്രങ്ങളിലോ ഒന്നും തന്നെ അരുണിനെ കാണാൻ കിട്ടാറില്ല. പതിവ് പോലെ ഇതുതന്നെയാണ് ആരാധകരിൽ സംശയം കൂട്ടിയതും. മകളെ കാണാനും അവൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാനുമൊക്കെ അരുൺ എത്താറുണ്ടെങ്കിലും മൂവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും അരുൺ പങ്കിടാറില്ല. കുടുംബവിളക്ക് പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയയായ താരമാണ് പാർവതി വിജയ്. പൂക്കാലം വരവായി, ഭാര്യ തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രശസ്തയായ മൃദുല വിജയിയുടെ സഹോദരി കൂടിയായ പാർവതിയുടേത് പ്രണയവിവാഹമായിരുന്നു. കുടുംബവിളക്കിന്റെ സമയത്താണ് പരമ്പരയുടെ ക്യാമറാമാനായിരുന്ന അരുണുമായി പാർവതി അടുക്കുന്നതും വിവാഹത്തിലേക്ക് എത്തിയതും. വെറും 3 മാസം മാത്രം നീണ്ടുനിന്ന പ്രണയത്തിനു പിന്നാലെയായിരുന്നു ഇവരുടെ വിവാഹം. ലോക്ക്ഡൌൺ സമയത്തെ നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നടത്തിയത്. അധികം വൈകാതെ തന്നെ ഇരുവർക്കും ഒരു കൺമണിയും ജനിച്ചു. അടുത്തിടെയാണ് വിവാഹത്തിന് ശേഷം അഭിനയത്തിലേക്ക് പാർവതി തിരികെ എത്തിയത്. മാനത്തെ കൊട്ടാരം പരമ്പരയിലെ വില്ലത്തി വേഷത്തിലാണ് പാർവതി ഇപ്പോൾ തിളങ്ങുന്നത്. കിടിലൻ പ്രകടനമാണ് പരമ്പരയിൽ പാർവതി കാഴ്ചവെക്കുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.